ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കടി പക്കോടയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുവാണെങ്കിൽ സെയിം ഇതുപോലെ തന്നെ എപ്പോഴും ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഏറ്റവും പക്കോടയ്ക്ക് വേണ്ടിയാണെങ്കിൽ സവാള നമുക്ക് അരിഞ്ഞെടുക്കാം. 4 സവാള നീളനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞ്, ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചെറുതായി ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കൈ കൊണ്ട് ഇതുപോലെ മിക്സാക്കി കൊടുക്കാം കേട്ടോ. സവാളയ്ക്കല്ല വേറെ വേറെ ആവാനായിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ അരിമുളക് ഇട്ട് കൊടുക്കാം. ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒത്തിരി ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല, കുറച്ച് ക്വാണ്ടിറ്റി അല്ല ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് 1 കപ്പ് ഞാനാണെങ്കിൽ കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം 1/2 കപ്പ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നി സവാള അധികം പൊടി കുറവാന്ന് തോന്നിയപ്പോൾ അത് മുഴുവൻ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് എല്ലാം മിക്സാക്കി കൊടുക്കാം. ആദ്യം സവാളയുടെ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നത് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ വെള്ളം അത് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഇതുപോലെ കയ്യിലൊന്നാക്കി എന്നിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഒത്തിരി ലൂസായിട്ട് വേണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ പക്കോടയ്ക്ക് വേണ്ടി ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കുന്നത്. ഒരു സൈഡ് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയാൽ എപ്പോഴും പക്കോട ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി അധികം വേണേ ഉണ്ടാക്കാനായിട്ട്, കടി പക്കോട ഉണ്ടാക്കാനാണെങ്കിൽ അല്ലെങ്കിൽ ലാസ്റ്റ് കടിക്ക് വേണ്ടിയായിട്ട് ബാക്കിയാവത്തില്ല കേട്ടോ പക്കോട. എന്നുവെച്ചാൽ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ പക്കോട കഴിക്കാൻ ആഗ്രഹമുള്ളവർ ഉണ്ടല്ലോ. അപ്പോൾ നമുക്കിത് ആകുമ്പോഴത്തേക്ക് എണ്ണ വറുത്ത് കോരിയെടുക്കുന്ന മണം കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഓടി വരും കേട്ടോ. അപ്പോൾ അത് ലാസ്റ്റ് ചെയ്ത് ബാക്കിയാവത്തില്ല. അപ്പം ലാസ്റ്റ് എൻ്റെ നിങ്ങൾക്ക് കാണിച്ച ലാസ്റ്റ് എത്ര ഉണ്ടായിരുന്നു, ബാക്കി മൊത്തം എല്ലാവരും കഴിച്ച് തീർത്തു കേട്ടോ. അപ്പോൾ ചൂടാനെ അപ്പോൾ അത് ഒരു ബാച്ച് ഞാൻ വറുത്ത് പോരെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തിന്നാനാണെങ്കിൽ ഒന്നും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതിപ്പോൾ ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് മതി, കടിക്ക് വേണ്ടിയുള്ളതല്ലേ. അപ്പോൾ ഞാൻ ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് തന്നെ എങ്ങനെ ഇരിക്കാൻ എടുക്കുന്നത്. അപ്പോൾ അത് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഫ്രൈ ആയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം എടുക്കാവുള്ളൂ കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് ബാച്ച് ഇട്ട് കൊടുക്കാം. അതും നമുക്ക് തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പക്കോട റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറേ വറുത്ത് പോരി എടുത്ത് ഇത്രയും ബാക്കി വന്നുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞത് മുഴുവൻ തിന്ന് തീർക്കല്ലേ, കുറച്ച് വീഡിയോയ്ക്ക് വേണ്ടി ബാക്കി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ബാക്കി വന്നായിരുന്നു കേട്ടോ. ഇനി നമുക്കാണെങ്കിൽ ഒരു പാത്രം എടുക്കാം. അത് നമുക്ക് 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് നമുക്കാണെങ്കിൽ കടലപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം മിക്സാക്കി കൊടുക്കാം. ഏത് കപ്പും കൊണ്ട് നമ്മൾ കടലപ്പൊടി എടുത്തേക്കുന്നത് വെച്ചാൽ അതുകൊണ്ട് തന്നെ വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ 2 കപ്പ് വെള്ളം, ടോട്ടൽ 3 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഒത്തിരി ലിക്വിഡ് പോലെ ആയി പോകത്തില്ല, പക്ഷേ ഇത് തിക്കായി വരും കേട്ടോ. കുറച്ചും കൂടെ കഴിയുമ്പോൾ നമ്മൾ ഇത് വേവിച്ച് വറ്റിച്ചൊക്കെ വരത്തില്ല, അപ്പോൾ അത് നന്നായിട്ട് തിക്കായി വരും. ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെക്കാം. അതൊക്കെ എണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നമുക്ക് ഉലുവയും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കായപ്പൊടിയും നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷമാണെങ്കിൽ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നില്ല, അതും മാത്രം നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം വഴണ്ട് വന്ന് കഴിയുമ്പം നമുക്കകത്ത് കടലപ്പൊടിയും പിന്നെ തൈരും കൂടെ ഉടച്ച് വെച്ചേക്കുന്നില്ല, അത് നമുക്ക് മുഴുവനായിട്ട് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ ആണെങ്കിൽ കൈ വിടാതെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു തള വരുന്നവരെ വെയിറ്റ് ചെയ്യണേ. അല്ലെങ്കിൽ പിന്നെയാണ് ഇത് നമ്മൾ കൈ വിട്ട് പോയെങ്കിൽ പിരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. കണ്ട ഒരു തള വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു തള വന്നതിന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഒരു 20-25 മിനിറ്റ് സമയം പിടിക്കും കേട്ടോ. അതിപ്പോൾ അതൊക്കെ എവിടെ നിന്നും വെന്തുകൊണ്ടിരിക്കട്ടെ. ഇടയ്ക്ക് 1-2 വട്ടമൊക്കെ ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കുറച്ച് ക്വാണ്ടിറ്റിയിലായിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ആദ്യം ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുത്തേക്കുന്നത്. ടേസ്റ്റിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്കാണെങ്കിൽ പക്കോട ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പക്കോട ഇട്ടതിന് ശേഷം ഒരു 8-10 മിനിറ്റത്തേക്ക് നമുക്കാണെങ്കിൽ പിന്നെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ ഇതൊക്കെ ഈ കടിയൊക്കെ നന്നായിട്ട് അകത്ത് പോകുന്നവരെ പക്കോടയൊക്കെ സോഫ്റ്റായി വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നത്. അതിന് മുകളിൽ കുറച്ച് മല്ലിയിലും കൂടെ വെതറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കടി പക്കോട റെഡി ആയിട്ടുണ്ട്. നോർമൽ റൈസോ അല്ലെങ്കിൽ ജീര റൈസിൻ്റെ കൂടെ ആണെങ്കിലും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുന്ന കൂട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്ക് ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.